അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോറിന് പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ. ഇത് കൂസ എന്ന് പറയും, സുക്കിനി എന്ന് പറയും കേട്ടോ അതിനെ. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തൂരപ്പരിപ്പാണ്. 2 പിടി തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3 കൂസ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തത്, ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 10 മിനിറ്റിനുള്ളിലുള്ള കറി എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം കൂടി വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എരിവിന് വേണ്ട പച്ചമുളക് ഒരു 3 പച്ചമുളക് ചേർക്കാം. ഞാൻ ഇപ്പോൾ കാന്താരി മുളക് ആയതുകൊണ്ട് ഒരു 3-5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ മുളക് പൊടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എന്നാലും എരിവിന് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വിസിലടിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ ഒരു 3 വിസിലടിച്ചിട്ടത് വേവിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 3 വിസിലടിച്ച് വേവിക്കാം. അപ്പോൾ തൂരപ്പരിപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും, അതോടൊപ്പം തന്നെ പച്ചക്കറികളും വെന്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെയിറ്റിട്ട് 3 വിസിലടിക്കാൻ വേണ്ടി വെക്കുക. ഒരു 3/4 കപ്പിന് അടുത്തായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി അരച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ അരഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിഞ്ഞ് 3 വിസിലടിച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ അധികം ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ പരിപ്പൊക്കെ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് എടുക്കാം. വെജിറ്റബിൾ അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കണ്ടോ, അത് ഇത്തിരി വെള്ളമൊക്കെ ഒന്നും അധികം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി വെള്ളം വറ്റിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിലേക്ക് അരച്ച് വെച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങ ഒഴിച്ചിട്ട് തിളപ്പിക്കുമ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് കണ്ടത് അരികൊക്കെ ഇപ്പോൾ ഇത്തിരി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ കടുക്, ഉണക്കമുളക്, കറിവേപ്പില പൊട്ടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിത് വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് തേങ്ങ വേഗം അരച്ചെടുക്കാം. അരച്ച് വെച്ചതിന് ശേഷം നമുക്ക് വേഗം ഇതിൻ്റെ 3 വിസിലൊക്കെ അടിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതൊന്ന് ആവി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ. ആ സമയം കൊണ്ട് നമുക്ക് വേഗം കടുകൊക്കെ പൊട്ടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം, വെള്ളരിക്ക വെച്ചിട്ടും ചെയ്യാം. നമുക്ക് ഇതിൽ തക്കാളി ചേർക്കാണ്ട് ചെയ്യാം. ഞാനൊരു ചെറിയൊരു പുളി ഉണ്ടാകുമ്പോൾ രസമാണ്. ഇങ്ങനെ ഒരു പരിപ്പ് കറിയൊക്കെ ആകുമ്പോൾ, പരിപ്പും വെജിറ്റബിളും കൂടിയിട്ടുള്ള കറി ആകുമ്പോൾ ഒരു ചെറിയ പുളി രസം ഉണ്ടാകുന്ന ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർത്തത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, മടിയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾ കറിയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്